സോഷ്യൽ മീഡിയയിലെ സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ ലാലേട്ടന്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ലാലേട്ടൻ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ആദ്യമായിട്ടൊന്നുമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തത്. ഇതിനു മുമ്പും ലാലേട്ടൻ ഒരുപാട് പ്രാവശ്യം നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കോവിഡ് ടൈമിന് പാത്രം കൊട്ടിക്കഴിഞ്ഞാൽ കൊറോണ വൈറസ് ചാകുമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് ആ ഒരു വിഡ്ഢിത്തരം വിളമ്പിയതാണല്ലോ. അതുകൊണ്ട് അതിനകത്തൊന്നും വലിയ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ലാലേട്ടന്റെ അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം പണ്ട് തൊട്ടേ ഏത് പാളയത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം നമുക്കറിയാം, മമ്മൂക്കായുടെ രാഷ്ട്രീയം നമുക്കറിയാം. അപ്പം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ രാഷ്ട്രീയം പറയുമ്പോൾ മാത്രമാണ് ഈ സൈബർ ഇടങ്ങളിൽ വന്നിട്ട് ഈ ചൊറിച്ചിലുള്ള കുറെ ആൾക്കാർ വന്നിട്ട് ചൊറിയും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. ലാലേട്ടന്റെ ഈ ഒരു ബ്രോഡ്കാസ്റ്റ് വീഡിയോ വന്നപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്നിട്ട് കുറെ മരവാണങ്ങൾ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട്. ഇപ്പൊ പലർക്കും കുരുപൊട്ടി തുടങ്ങും എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് ആർക്കും ആരെ കുറിച്ചിട്ടും അഭിപ്രായം പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട്. ആ ഭരണഘടനയിൽ ഇരുന്നുകൊണ്ടാണ് ലാലേട്ടൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ 14 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് നൽകിയതെന്നുള്ളത് ഈ കമന്റ് ഇട്ട് മെഴുകുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു. പിന്നെ ലാലേട്ടൻ ഏത് അർത്ഥത്തിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയധികം വാനോളം പുകഴ്ത്തിയെന്നുള്ളത് നമുക്കറിയത്തില്ല. അത് പുള്ളിയുടെ പേഴ്സണൽ അഭിപ്രായമാണെന്നുള്ളത് ആ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ ഒരു ചെറിയ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച നടൻ മോഹൻലാൽ മികച്ച ഭരണാധികാരിയും പ്രചോദിപ്പിക്കുന്ന നേതാവും ആണ് മോദിയെന്ന് മോഹൻലാൽ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. പിണറായി ലാൽ അഭിമുഖം ചർച്ചയായതിന് പിന്നാലെയാണ് മോദി പ്രശംസയുമായി പോഡ്കാസ്റ്റ് എത്തുന്നത്. He's a leader. He's not a politician. The kind of commitment to the, it's like the kind commitment of, he loves his mother. That's a great quality. Everyone loves mother. Even I also love mother. But he replaces the country as his mother. That's a great quality. He's like, he doesn't have ego, I think. I cannot find out. Nothing is, no ego. He's the kind of, he's always in a meditative state. He's more of a yogi. Only that kind of, that he's totally free. That kind of, he doesn't have any commitments. Those qualities I cannot just put in 3 words. So it's a beautiful congress of amalgamation of so many things together. So I cannot pinpoint these are the 3 qualities. But basically, the kind of love he is spreading. You cannot just go out from that, like when it's not an example. When we go to that Buddha Gaya, maybe 100 miles away, you can feel that silence. Yes. It's very personal. To me, that is Narendra Modi ji. Okay. Beautiful. ഇപ്പൊ നമ്മുടെ ഗുരുജിയെ കുറിച്ചിട്ട് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ട് പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഒരുപാട് സവിശേഷത ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അതിനകത്തൊന്നും നമുക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. രാജ്യത്തിന്റെ പൗരന്മാരെ എല്ലാരെയും ഒരേപോലെ ആണോ ഇപ്പം ഈ 14 വർഷം കൊണ്ട് ഈ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ കാണുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു വിഭാഗം ആൾക്കാർ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു നടനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും. അദ്ദേഹത്തിന്റെ നല്ല സിനിമകളെ നമ്മൾ എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മോശം സിനിമകൾക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള നമ്മുടെ വിയോജിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ലാലേട്ടന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് കരഞ്ഞു മെഴുകിയിട്ട് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരെ കുറിച്ചിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ള കമന്റുകൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. ലാലേട്ടന് നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണെന്നുള്ളത് നമുക്ക് പണ്ടും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലാലേട്ടന്റെ രാഷ്ട്രീയം ഏത് പാളയത്തിലൂടെയാണ് സഞ്ചരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറിയാം. പക്ഷേ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിഷ്പക്ഷനായിരിക്കണം. അദ്ദേഹം നിഷ്പക്ഷമായിട്ട് നിൽക്കുകയും ചെയ്യണം. ഇപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ BJP പാളയത്തിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇപ്പൊ ഈവൻ ലാലേട്ടന്റെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് ആ സിനിമയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ രംഗത്തേക്ക് വന്നത് ഈ പറയപ്പെടുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ നട്ടെല്ല് വളച്ചു കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണോ, അവർക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികളും അവർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകൾ കഥാപാത്രങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എടുത്തിട്ട് വലിച്ചു കീറുമെന്നുള്ളത് അറിയാതെ കൊണ്ടും ഇവരുടെയൊക്കെ മുമ്പിൽ നട്ടെല്ല് വളക്കേണ്ട ഒരു ഗതികേട് നമ്മുടെ പല നടന്മാർക്കും ഉണ്ടായി പോയിട്ടുണ്ട് എന്നുള്ളതും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും